ഹലോ നമസ്കാരം, എൻ്റെ പേര് അഭിജിത്ത്. ട്രേഡിങ്ങിനെ കുറിച്ച് സംസാരിക്കണം നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള മിത്തും അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ കാര്യം, നമ്മുടെ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. 140 180 ഈ ഇത്രയും ജനങ്ങളിൽ നമ്മൾ ആകെ 8% ഓഫ് ഇൻവെസ്റ്റേഴ്സ്, അതായത് റീറ്റെയിലേഴ്സും ഇൻവെസ്റ്റേഴ്സും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ തന്നെ പൈസയോട് എന്താ പറയുക, പൈസ പോവോ എന്നുള്ള ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇത്ര പേര് ഇവിടെ ഉള്ളൂ. റീറ്റെയിലേഴ്സായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ കുറവ് തന്നെയാണ്. അതിൻ്റെ കാരണം ഈ പറഞ്ഞ പോലെ വേണ്ടത്ര സ്കില്ലില്ല, അറിവില്ലായ്മയാണ്. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പൈസ പോകുന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ബിസിനസ്സിന് ഇറങ്ങി കഴിഞ്ഞാൽ ശരിയല്ലെങ്കിൽ നമ്മുടെ പൈസ അല്ലെങ്കിൽ ലോസ് ഉണ്ടാവും. ഇതുപോലെ ഒരു നോർമൽ ഏരിയ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും. നമ്മുടെ ലോസ് ഫിക്സ് ചെയ്യുന്നത് നമ്മളാണ്. ഇപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലിൽ ഒരു 10,000 അല്ലെങ്കിൽ 1,000 രൂപയാണ് നോക്കി, ഈ 1000 രൂപയിൽ 200 രൂപ പോയാൽ മതി നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ആ 200 രൂപ നിങ്ങളുടെ നിന്ന് പോകും. ഇതൊക്കെ ഫിക്സ് ചെയ്യുന്ന ആൾ നിങ്ങൾ തന്നെയാണ്, അല്ലാതെ വേറൊരാളും അല്ല, മാർക്കറ്റും അല്ല. നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ലോസ് ഫിക്സ് ചെയ്യണത്. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ മിത്ത്. മെയിനായിട്ടുള്ള മിത്ത് ഇതാണ്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മെയിൻ മിത്ത് ഇതാണ്, ഈ പറഞ്ഞ പോലെ പൈസ പോകുന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല, പൈസ പോവും, പക്ഷെ അതിൻ്റെ ഉത്തരവാദിയും നമ്മളാണ്. അതിൻ്റെ ഒരു എത്ര പോകണം എന്ന് തീരുമാനിക്കണം നമ്മളാണ്. ഇനി രണ്ടാമത്തെ കാര്യം, എക്സ്പെക്റ്റേഷൻ. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ റീൽസിൽ കാണുന്ന പോലെ ലക്ഷറി ലൈഫ്, സ്പോർട്സ് കാർ, മറ്റേ എന്താ പറയുക, പ്രൈവറ്റ് ജെറ്റ്, ഇതൊക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ എന്തുമാത്രം സ്പോർട്സ് കാർ ഉണ്ടാവും? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിൽ നിന്ന് ഇത്ര ലക്ഷങ്ങളും കോടികളും കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ കോടീശ്വരന്മാരായിട്ടുണ്ടാവില്ലേ? അപ്പോൾ അതിൻ്റെ സത്യം എന്ന് പറയണത്, നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ എത്രയുണ്ടോ, നമുക്ക് പലതരം എന്താ പറയുക ട്രേഡ്സ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ലോങ് ടേമിലേക്കും ഷോർട്ട് ടേമിലേക്കും അല്ലെങ്കിൽ ഡെയിലി ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് ഇന്ന് വാങ്ങി ഇന്ന് വിൽക്കുന്ന പരിപാടി ഉണ്ട്. പിന്നെ ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്ന് ഡിപ്പെൻഡഡ് ആണ്. ഇപ്പോൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ മൈൻഡിൽ ആൾക്ക് ലോസിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു കമ്പനി നോക്കി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ഡബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ട്രിപ്പിൾ ആയിരിക്കും, 4 ആയിരിക്കും. നല്ല കമ്പനി നോക്കി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 3x 2x ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷേ നമ്മൾ അത് ദീർഘകാലത്തേക്കാണ്. ഇപ്പോൾ ഒരു 5-10 വർഷത്തിലേക്കായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു സ്വിംഗ് ട്രേഡർ അല്ലെങ്കിൽ ഒരു 6 മാസം 3 മാസം ടു 6 മാസം ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്താ പറയുക, ലോസിന് ഭയക്കണം. അതായത് ചെറിയ ടൈമിൽ ഹൈ പ്രോഫിറ്റും കിട്ടും. ഹൈ പ്രോഫിറ്റ് കിട്ടും, പക്ഷെ അതുപോലെ തന്നെ നല്ല ലോസും ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങളിപ്പോൾ 1,00,000 രൂപ ക്യാപിറ്റലും കൊണ്ടാണ് നിങ്ങളൊരു 3 മാസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 10% അല്ലെങ്കിൽ 20% നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ ഏറ്റവും ലോ എന്നും അല്ലെങ്കിൽ സ്കില്ലുള്ള ഒരാൾക്ക് ഇതിൽ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. ഒരു അത്യാവശ്യം മാത്രം ബേസ് സ്കില്ലുള്ള അല്ലെങ്കിൽ മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 1,00,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ കൊണ്ട് നിങ്ങൾ എത്രയാണെങ്കിലും നിങ്ങളുടെ ക്യാപിറ്റലിൽ ഒരു മര്യാദയ്ക്ക് ഒരു 3 മന്ത്സിൽ ഒരു 10% 20% സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ 1,00,000 രൂപ കൊണ്ടുവരുന്ന ആൾക്ക് ഒരു 10,000 അല്ലെങ്കിൽ 20,000 രൂപ പ്രോഫിറ്റാക്കി എടുക്കാൻ പറ്റും. ഒരു എക്സ്ട്രാ ഇൻകം, ഒരു പാസീവ് ഇൻകം എന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇങ്ങനെ നീങ്ങാൻ പറ്റും. അതേ സമയത്ത് ഇൻട്രാഡേയിലേക്ക് വരുമ്പോൾ ഹൈ റിസ്ക് ആണ്. 93% ഓഫ് ഇൻട്രാഡേ ട്രേഡേഴ്സ് ആർ ഇൻ ലോസ് എന്നാണ് സെബിയുടെ കണക്ക്. സെബിനെ അറിയാലോ, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയാണ് ദി റെഗുലേറ്ററി ബോർഡ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്, സെക്യൂരിറ്റി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, സോറി. അപ്പോൾ സെബി പറയണത് ഇത്ര ആൾക്കാർ ലോസ് ആണ്. കാരണം വേറൊന്നുമല്ല, ഗ്രീഡിയാവും. നമുക്ക് ലിവറേജ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അതായത് ഇപ്പോൾ 100 രൂപേൻ്റെ അല്ലെങ്കിൽ ഒരു 500 രൂപേൻ്റെ സ്റ്റോക്ക് 100 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ എന്താ അവിടെ കൂടുന്നത്, നമുക്ക് അവിടെ നമ്മുടെ പർച്ചേസിങ് കൂടും. നമുക്കിപ്പോൾ ഒരെണ്ണം വാങ്ങേണ്ട അവിടെ ചിലപ്പോൾ 4 എക്സ്ട്രാ അല്ലെങ്കിൽ 5 എക്സ്ട്രാ വാങ്ങാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആവുന്ന ടൈമിൽ നമ്മുടെ ലോസും കൂടും. നമുക്ക് 100 വാങ്ങിക്കഴിഞ്ഞാൽ 10 രൂപ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര രൂപ കുറയാം? 90 രൂപ ആവുള്ളായിരിക്കും. 90 രൂപ ആവുള്ളായിരുന്നു. ഇപ്പം അത് കൂടുകയാണ്. എത്രയാണ് പറയാം, ഇപ്പോൾ 50 രൂപ 10 രൂപ ലോസ് വരുന്ന അവിടെ എത്രയാണ് കൂടുക? 50 രൂപ അല്ലെങ്കിൽ 60 രൂപയൊക്കെ ലോസ് കയറണം. അപ്പം ലോസും കൂടും, പ്രോഫിറ്റും കൂടും. ഇതൊക്കെ വലിയൊരു ടോപ്പിക്കാണ്, ഞാൻ നേരെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് ഒരു ഐഡിയ ഉണ്ടാക്കി തരികയാണ്. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഒരു 20-30% ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിലേക്ക് മാറാം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് ഒന്നും വേണ്ട, ഒരു എന്താ പറയുക ലോങ് ടേമിലേക്കാണ് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർട്ടും പഠിക്കണ്ട. ചാർട്ട് ചെറിയ രീതിക്കൊന്ന് നോക്കാൻ പഠിച്ചാൽ മതി, വലിയ രീതിക്ക് ചിന്തിക്കുകയേ വേണ്ട. നിങ്ങളൊരു 3 മാസം തൊട്ട് 6 മാസം ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാർട്ട് അറിഞ്ഞിരിക്കണം. കുറച്ചല്ല നല്ല രീതിക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻട്രാഡേ പ്ലേസ് അത് ഞാൻ വേറെ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഈ 2 ടോപ്പിക്ക് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ഓപ്ഷൻസ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഹൈ റിസ്ക് ആണ്, ഹൈ പ്രോഫിറ്റും ആണ്, ഞാൻ ഇല്ലാന്ന് പറയില്ല. അപ്പോൾ എന്താ പറയുക, പലർക്കും ക്യാപിറ്റൽ ഡബിളൊക്കെ എന്താ പറയുക ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് കിട്ടാറുണ്ട്. പക്ഷെ ഇതൊന്നും അത്ര ഈസി ആയിട്ടുള്ള ഗെയിം അല്ലാന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അതിലൊക്കെ പൈസ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ കംപ്ലീറ്റ് പോകും, 100% പോകും. അപ്പോൾ നമുക്കിവിടെ ഇത് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി ആണ് കേട്ടോ. നമുക്കിവിടെ എന്താ പറയുക, അങ്ങനെ നമുക്ക് ഒരുപാട് ലക്ഷങ്ങളും സമ്പാദിക്കാൻ പറ്റും. അതുപോലെ എന്താ പറയുക ഒരുപാട് വലിയ എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിനനുസരിച്ച് നിങ്ങളുടെ ക്യാപിറ്റൽ വേണം. വലിയൊരു എന്താ പറയുക ക്യാപിറ്റലുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും വലിയ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ചെറിയ രീതിക്ക് ക്യാപിറ്റൽ മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വലിയ ആളുടെ ക്യാപിറ്റൽ ഒരു പ്രോഫിറ്റ് നമുക്ക് വേണം വെച്ചാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പം ഇതാണ് ഒരു യാഥാർത്ഥ്യമായിട്ട് വരുന്നത്. പിന്നെ വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ കുറേ എന്താ പറയുക മാനസികമായിട്ട് സൈക്കോളജിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഗ്രീഡി ആവാൻ പറ്റില്ല, ആക്രാന്തം കാണിക്കാൻ പറ്റില്ല. അതുപോലെ ഒരു ഡിസിപ്ലിൻ വേണം. ഒരുപാട് ഓവർ ട്രേഡ് എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇന്ന് ലോസ് വന്നു, ഇറ്റ്സ് ഓക്കെ, ലോസാണ്. ഞാൻ പറയുന്നു, നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ 1 വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ് ഇല്ലേ, എന്താ പറയുക, ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യല, എന്താ പറയുക, നിങ്ങളുടെ ആദ്യത്തെ 1 വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ലേണിംഗ് മാത്രമേ തരുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ലോസ് ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു 2-3 ദിവസം ലക്കിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ആവും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് 2-3 ദിവസം 4 ദിവസം പ്രോഫിറ്റിൽ അടുപ്പിച്ച് വന്നാലും അത് നിങ്ങൾക്ക് ലോസിലേക്ക് പോകാൻ ഹൈ ചാൻസസ് ഉണ്ട്. കാരണം എന്തൊക്കെ നിങ്ങൾ എവിടെയൊക്കെ പോയിട്ട് പഠിച്ചു പറഞ്ഞാലും, ലോകത്ത് നിങ്ങൾ എവിടെ പോയിട്ട് മാർക്കറ്റിൽ പഠിച്ചാലും മാർക്കറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ലൈവ് മാർക്കറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് മാർക്കറ്റിൽ നിന്ന് മാത്രം നമുക്ക് തരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കടക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കില്ലാണ്. ഈ സ്കില്ലില്ലാണ്ട് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ പൈസ പോകണം വഴി അറിയില്ല. സ്കില്ലുണ്ടായിട്ട് വരെ ആൾക്കാർക്ക് ഒരാളും 100% എന്താ പറയുക പ്രോഫിറ്റിലല്ല കേട്ടോ. ഇപ്പോൾ വലിയ വലിയ പ്ലേയേഴ്സായ FIS DIS ഇവർക്ക് വരെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, ഒരു കടൽ പോലെയാണ്. ഇവിടെ പലരും ഉണ്ട്, വലിയ വലിയ പല ആൾക്കാരുണ്ട്, ചെറിയ ചെറിയ പല ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ വലിയ ആൾക്കാരിനെ മൈൻഡ് ചെയ്യാണ്ട് കറക്റ്റ് ലേണിങ്ങിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മുടെ ഒരു സ്കില്ലിൽ നമ്മുടെ ട്രേഡിങ് സെറ്റപ്പിനെ മാത്രം വിശ്വസിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ആർക്കും പേടിയൊന്നും വേണ്ട, നല്ല രീതിക്ക് തന്നെ നമുക്ക് പഠിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും പഠിക്കുക. നമ്മളിപ്പോൾ തന്നെ വീഡിയോ ഇടാം. ഈ വീഡിയോ വന്ന ശേഷം ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കൂടിയിട്ട് വേറെ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു കൃത്യമായിട്ടൊരു ലേണിംഗ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് വേണോ ലോങ് വീഡിയോ ആയിട്ട് വേണോ എന്നൊരു കമൻറ്റ് ചെയ്യുക. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് ഷോർട്ട് വീഡിയോയിൽ പറയാൻ പറ്റും. നമുക്കൊരു 3 മിനിറ്റ് ഉണ്ട്, പക്ഷേ 3 മിനിറ്റ് ഒന്നും അല്ല. ഈ വീഡിയോ തന്നെ ഞാനിപ്പോൾ കുറച്ചൊന്നും സംസാരിച്ച് തന്നപ്പോൾ തന്നെ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തന്നെ. അപ്പോൾ അതിൻ്റേതായ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ഷോർട്ട് വീഡിയോയിൽ. നിങ്ങൾ കാണാൻ തയ്യാറാണെങ്കിൽ, റെഡി ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ലോങ് വീഡിയോ ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഷോർട്ട് വീഡിയോ ആണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് വീഡിയോ ആണെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ലേണിങ്ങിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഓക്കെ, ഗുഡ് ബൈ.